എല്ലാ സകലമാന മനുഷ്യർക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും പറയുന്ന കണക്ക് ഇന്ന് നമ്മൾ പറയുന്നത് പ്രാണനും ജീവൻ്റെ കാര്യത്തെ കൂടെ, പ്രാണനും ജീവനും കൂടെ സംയോജിച്ചിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ കൂടെ പോകുന്ന ആ വായുവിൻ്റെ ഒരു പ്രവണതയാണ്. അതായത് പ്രാണാദി ഭേദങ്ങളായിട്ട്, അതായത് പ്രാണങ്ങൾ സംയോജിച്ച് 5 പ്രാണങ്ങളാണ് പറയുന്നത്. ആ പ്രാണാദി ഭേദങ്ങളായിട്ട് 5 വായുക്കളുള്ളതിൽ പ്രാണൻ മേലോട്ട് ഗതിയായി മൂർധാവിലിരിപ്പുന്നത്. ഇവിടെയാണ് നമ്മുടെ മൂർധാവ് എന്ന് പറയുന്നത്. നമ്മുടെ പിള്ളേരെ ഉറക്കാത്ത സ്ഥലത്തിനെയാണ് മൂർധാവ് എന്ന് പറയുന്നത്. അപ്പം പ്രാണാദി ഭേദങ്ങളായിട്ട് 5 വായുക്കളുള്ളതിൽ പ്രാണൻ മേലോട്ട് ഗതിയായി മൂർധാവിലിരിക്കും. അത് നമ്മുടെ ഉരസിങ്കൽ തുടങ്ങിയിട്ട്, നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഉരസിങ്കൽ തുടങ്ങിയിട്ട് കഴുത്തോളം ഗമിച്ചതാ എടുത്തു ഹൃദയം, ബുദ്ധി, ചിത്തേന്ദ്രിയ അനുക്രമാൽ. അത് അങ്ങനെയാണ് അതിൻ്റെ രീതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രവൃത്തി എങ്ങനെയാണ്? തുപ്പുക, തുമ്മുക, ഓക്കാനിക്കുക, ശ്വാസം ഏങ്ങുക, അന്നത്തെ വാങ്ങി ഭക്ഷിക്കുക ഇത്യാദി പ്രവർത്തികളെ ശരീരത്തിനെ കൊണ്ട് നമ്മൾ ദിവസവും ചെയ്യിച്ചുകൊണ്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരം മുഴുവനും ഈ പറഞ്ഞ പ്രാണനും ജീവനും കൂടെ സംയോജിച്ചിട്ട് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അതിങ്ങനെ സഞ്ചാരമായി കൊണ്ട് അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ആ ശരീരത്തിന് ഉള്ള ഉന്മേഷവും പ്രസരിപ്പും ഉത്തേജനവും ഒക്കെ തരുന്നത് ഈ പ്രാണാതിഭേദങ്ങളായിട്ടുള്ള 5 വായുക്കളാണ്. നമ്മുടെ ശരീരത്തിനെ കൊണ്ട് ഈ എല്ലാ കർമ്മ പ്രവർത്തികളും ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട കരുത്ത് തരുന്നത്. അപ്പം ഇതിന് കരുത്തുണ്ടാക്കാനും അതുപോലെ തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉത്തേജനം ഉണ്ടാക്കാനുമായിട്ട് നമ്മളൊരു ചൂർണം ഉണ്ടാക്കും. ഇതിൻ്റെ പേരാണ് പഞ്ചേന്ദ്രിയ ഉത്തേജന ചൂർണം എന്നതിന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ, ചെവിക്കുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ, അങ്ങനെ ശബ്ദത്തിനുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ, ത്വക്കിനുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ദൂഷ്യവശങ്ങളെയും അത് നല്ല മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചിട്ട് ശരീരത്തിന് ആരോഗ്യവും ബലവും വീര്യവും ഉണ്ടാക്കുന്ന ഒരു നല്ല ചൂർണമാണ് ഞാൻ ഈ പറഞ്ഞ ഉത്തേജന ചൂർണം. അതായത് നമുക്ക് ഏറ്റവും സവിശേഷതയാർന്ന ഈ ചൂർണം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വയറ് ശുദ്ധിയാക്കണം, രക്തശുദ്ധിയാക്കണം, പിന്നെ വിഷാംശം ഇല്ലാതാക്കണം. രക്തശുദ്ധിയാകുമ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊന്നും പിന്നെ വരില്ല. അപ്പം ആ രക്തശുദ്ധിയാക്കേണ്ട കാര്യം നമുക്കുള്ളതാണ്. നമ്മൾ ഇന്ന് വിഷരഹിതമായ ആഹാരങ്ങൾ ശ്വസിക്കുന്ന പ്രാണവായിലും അമ്മഞ്ഞ മുലപ്പാലിൽ പോലും ഇന്ന് ഈ പറഞ്ഞതിനൊക്കെ വിഷാംശമാണുള്ളത്. അപ്പം ആ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ പോക്ക്. അപ്പം നമ്മൾ കൂടെ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുക. അങ്ങനെ അതും ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയ ഉത്തേജന ചൂർണം അല്ലെങ്കിൽ നേത്ര ചൂർണം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ നേത്ര രോഗങ്ങൾക്കും ഈ ചൂർണം തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുമ്പം ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക. മുട്ട, മദ്യം അങ്ങനെയുള്ള ഇതെല്ലാം കഴിച്ചിട്ട് നല്ല രീതിയിൽ നല്ല അനുഷ്ഠാനത്തോടു കൂടിയും നല്ല കൃത്യമായിട്ടും തന്നെ ജീവിക്കുന്ന ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആരോഗ്യങ്ങളും ബലവും വീര്യവും അതിനുള്ള പ്രതിരോധ ശേഷിയും നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചേരുന്ന എല്ലാ കണ്ടെയ്ൻസുകളും, അതായത് ഇതിലെ എല്ലാ മരുന്നുകളെക്കുറിച്ചും അതിൻ്റെ മാത്രകളും നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിലുണ്ടാകുന്നതിന് മുഖ്യമായിട്ടുള്ള 4-5 മരുന്നിൻ്റെ കാര്യം ഞാൻ പറയാം. ഒന്ന്, ശതാവരിക്കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീരിനകത്ത് വേണം നമ്മളിത് സൂര്യസ്ഫുടം ചെയ്താണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമുക്കുരം വേണം, നായ്ക്കുണ്ണപ്പരിപ്പ് വേണം, പിന്നെ നറുനീണ്ടിക്കിഴങ്ങ് വേണം, അടവതിയം കിഴങ്ങ് വേണം. ഇങ്ങനെ പോകുന്നു അതിൻ്റെ ആ കണക്ക്. അങ്ങനെയുള്ള മരുന്നുകളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അത് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഈ ശതാവരിക്കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീരിനകത്ത് ഈ പൊടി അതിനകത്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ടൊരു നല്ല വെള്ള തുണിശീല ഇട്ടിട്ട് അതിന് നമ്മളിത് കണക്ക് പതുക്കെ കുറേശ്ശെ ഇത് ഒരു 4-5 ദിവസം ആകുമ്പോൾ അതെല്ലാം നല്ല വറ്റി വരും. പിന്നെ അത് ഉണക്കിയിട്ട് പിന്നെ വേണം അത് പിന്നെയും പൊടിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ സൂക്ഷ്മ ചൂർണ്ണമാകുന്നത്. ഈ സൂക്ഷ്മ ചൂർണ്ണമാണ് ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇത് തേനിനകത്ത് തന്നെ കഴിക്കണം. ഇത് നല്ല തേനയും മേടിച്ച് കഴിക്കുക. ആ തേനിനകത്ത് കഴിക്കുകയും വൈകിട്ട് കിടക്കാൻ നല്ല ശുദ്ധമായ പാലൊരു
അരത്തോടം അല്ലെങ്കിൽ ഒരു തുടമെങ്കിലും കഴിക്കുകയും ചെയ്യും. അതിൻ്റെ അനുമാനമായിട്ട് കഴിക്കാൻ പറഞ്ഞിരിക്കുന്ന ആചാര്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പ്രതിരോധശേഷി കൂടുകയും ചെയ്യും, നമ്മുടെ രോഗം കുറയുകയും ചെയ്യും, നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാനും. ഇങ്ങനെ നമ്മളെല്ലാവരും പരസ്പരം ചെയ്യുമാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാണ്. കാര്യം കൂടുതൽ സമയം പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്കും അതൊരു വിരസതയായിട്ട് തോന്നും. അതുകൊണ്ട് അതിന് നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം പ്രദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.